നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് വേറെ ഒന്നുമല്ല സേതു. അന്ന് വീട്ടിൽ വന്നപ്പോ ആതിരയ്ക്കൊരു വിവാഹാലോചന വന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. നാളെയാണ് വിവാഹ നിശ്ചയം. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഇവളോട് പോലും പറയാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി അജയന്റെ വീട്ടുകാരെ വിളിച്ച് നാളെ നടത്താമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. നിശ്ചയമൊന്നും വേണ്ട, വിവാഹമായിട്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞതാ. പക്ഷെ അവർക്കൊരേ നിർബന്ധം, നിശ്ചയം കഴിഞ്ഞാലുടൻ വിവാഹം നടത്താനാ തീരുമാനം. നന്നായി. ഒരു പ്രായം കഴിഞ്ഞാൽ പിള്ളേരെ വിവാഹം നടത്തി കൊടുക്കുന്നത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വിഷമിക്കേണ്ടി വരും. ആതിരയ്ക്ക് നല്ല ആലോചന വന്നതും നിശ്ചയം നടത്താൻ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. ഇവിടെ വന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരവസ്ഥയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല മാഷെ. ഒന്നാമത് എൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് ഞാൻ വരില്ല, ബാക്കിയുള്ളവർ വരും. ഞാനും ഇല്ല കമലേച്ചി. ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ ചോദ്യം കേട്ട് വയ്യ. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത്? സച്ചി അർച്ചന എന്തായാലും വന്നല്ലേ പറ്റൂ. അവര് വരും. ഞങ്ങൾക്കറിയാലോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ വന്നില്ലേലും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾ മോക്കുണ്ടാവണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ മാഷെ? എന്റെ സ്നേഹയെ പോലെയല്ലേ എനിക്ക് ആതിരയും. വിവാഹത്തിന് എന്തായാലും ഞാനുണ്ടാവും, മുന്നിൽ തന്നെ. അത് മതി. എന്നാ നമുക്കിറങ്ങാൻ കമലേ. എന്നാ ഇറങ്ങട്ടെ, ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കയറാനുണ്ട്. ആയിക്കോട്ടെ, ഇറങ്ങട്ടെ മോളെ. സച്ചിമോനെ, നിങ്ങളെ സൗകര്യം പോലെ അങ്ങോട്ട് വന്നാൽ മതി. നിങ്ങള് ഇന്നങ്ങോട്ട് വരുമോ? ഇന്നിനി വരാൻ പറ്റില്ലമ്മേ, നാളെ രാവിലെ വരാം. നിങ്ങളോട് ഇന്നലെ തന്നെ ഫോണിൽ വിളിച്ച് പറയണമെന്ന് കരുതിയതാ. പിന്നെ ഇങ്ങോട്ട് വരുന്നോണ്ടാ ഫോണിൽ കൂടെ പറയാതിരുന്നത്. അതൊന്നും സാരമില്ലമ്മേ, ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞല്ലോ. മോളെ, നീ അതിൽ വേറൊന്നും കരുതണ്ട. ആതിരെ ഈ വിവാഹത്തെ സമ്മതിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഇനി അവൾ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ച് തീരുമാനം മാറ്റിയ നമ്മൾ വീണ്ടും വിഷമിക്കേണ്ടി വരും. പിന്നെ ഇതുപോലെ സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ആർക്കാച്ചായി വിവാഹം നടത്താൻ ഇത്രയും തിടുക്കം?
അവളുടെ ഈ അവസ്ഥയില് എങ്ങനെയാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നേ? വല്ലാത്ത കഷ്ടാണമ്മേ. ഞങ്ങളാരും അവളെ നിർബന്ധിച്ചിട്ടില്ല. അവളായിട്ടാ ഇങ്ങോട്ട് പറഞ്ഞത്. ഈ വിവാഹത്തിന് സമ്മതാണെന്നും വേഗം നടത്തണമെന്നും. വേഗം ഇത് നടത്തിക്കൊടുത്ത അവളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. അത് മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. എന്തായാലും എല്ലാരും കൂടി തീരുമാനിച്ച കാര്യമല്ലേ, ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. ഞാനും സച്ചേട്ടനും രാവിലെ അങ്ങ് വന്നേക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അർച്ചന, ഇതിപ്പോ ഇത്രയായ സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യാ? ഞാനും കൂടി പറഞ്ഞിട്ടാ സച്ചേട്ടാ അവളെ വിവാഹത്തിന് സമ്മതിച്ചത്. അവള് ധൈര്യമായിരിക്കുന്നത് ഞാൻ കൊടുത്ത ഉറപ്പിന്മേല. ആ ഉറപ്പ് എനിക്ക് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. ആദരടക്കം സമ്മതിച്ച കാര്യത്തിന് ഇനി ഞാനും താനെ എതിരെ നിന്ന എല്ലാവരും നമുക്കെതിരെ തിരിയും. പിന്നെ സന്ദീപിന്റെ ആദരയുടെ വിവാഹം നടന്ന കാര്യം എല്ലാവരും അറിയിക്കേണ്ടിയും വരും. അറിയിക്കേണ്ടി വന്നാ അറിയിച്ചല്ലേ പറ്റൂ. അല്ലാതെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ ആലോചിച്ചിട്ട് പരസ്യമായി ഒന്നും ചെയ്യാനും പറ്റില്ല, എതിർപ്പായി ഒരു വാക്കോലും മിണ്ടാനും ആവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ എല്ലാവരും നമുക്കെതിരാവുകയുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കണം. ആലോചിച്ച് നിൽക്കാൻ സമയവുമില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇതിത്ര പെട്ടെന്ന് എല്ലാരും കൂടി തീരുമാനിക്കുമെന്ന് കരുതിയതുമല്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി ഇനി ബാക്കിയുള്ളൂ. ചെയ്തു തീർക്കാനുള്ളത് വലിയ കാര്യവും. അപ്പോ നാളെയാണ് എല്ലാത്തിനും അവസാനം ഉണ്ടാവുന്ന ദിവസം. നമ്മൾ അവസാനം ഉണ്ടാക്കേണ്ട ദിവസം. ആതിരയ്ക്ക് സന്ദീപിന് നമ്മൾ വാക്കു കൊടുത്തതാ, എന്തു വന്നാലും അവരെ ഒന്നിപ്പിക്കുമെന്ന്. തല പോയാലും ആ വാക്ക് പാലിച്ചേ പറ്റൂ. ബൈക്ക് വിറ്റു അല്ലേ അനുപേട്ട? ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു, അത് വിൽക്കേണ്ടിയിരുന്നില്ല. ഞാൻ കുറെ ആലോചന ശേഷം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിശ്ചയത്തിന് വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല. എന്തിനാ വെറുതെ പുറത്തുനിന്ന് വാങ്ങിച്ച് കടം കൂട്ടുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.